മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പ്രഭാത വിരുന്നിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിയോഗം ആവശ്യമായിട്ടുണ്ട്. അത് നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചിട്ട് നിയോഗമാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും നമുക്ക് ഈ ശുശ്രൂഷയുടെ കർത്താവിന് സമർപ്പിക്കുക. 37-ാം സങ്കീർത്തനത്തിലെ 5-ാമത്തെ വാക്യം, നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും. കർത്താവിന് ഭരമേൽപ്പിക്കപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാവട്ടെ. എല്ലാ പ്രഭാതത്തിലും നമുക്കിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഏത് കാര്യം ചെയ്താലും അതിനകത്ത് ദൈവകൃപ അനുഗ്രഹം നിറയും എന്നുള്ളതല്ലേ സത്യം. അതുകൊണ്ട് നമുക്കെല്ലാം സമർപ്പിക്കാം. പുതുതായി നമുക്ക് ലഭിച്ച ഈ പ്രഭാതത്തെയും ഈ ദിവസത്തെയും നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നല്ല പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ആവർത്തിക്കാം. നല്ല കർത്താവേ, നിനക്ക് ഭരമേൽപ്പിക്കുന്നതെല്ലാം ആശീർവദിക്കുന്ന നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും അർഹിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഈ മണിക്കൂറിനെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് തീത്തോസിന്റെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായം 14 മുതലുള്ള വചനങ്ങൾ വായിക്കാം. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നമ്മെ വിമോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി തന്നെ തന്നെ ബലിയായിട്ട് അർപ്പിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ കുർബാനയുടെ അർത്ഥമെന്ത്, ലക്ഷ്യമെന്ത് എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ്. അവന് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്, പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അവൻ തന്നെ തന്നെ ബലിയായിട്ട് അർപ്പിച്ചത് എന്ന് പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ചെറിയ തെറ്റുകളെക്കുറിച്ച് പോലും പശ്ചാത്തപിച്ചു അവൻ്റെ മരണത്തിൻ്റെ, സഹനത്തിൻ്റെ, മരണത്തിൻ്റെ എല്ലാം കൃപ നമ്മൾ നിറയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് പങ്കുചേരാം. എല്ലാത്തിനും ഒരു ഭാഷയുണ്ടെന്ന് പറയാറില്ലേ? ഭാഷയെക്കുറിച്ച് അങ്ങനെയാണ് പറയുക. എല്ലാത്തിനും ഒരു ഭാഷയുണ്ട്. എന്നാലും പറയും കവികൾ, ഭാഷ ഇന്ന് അപൂർണം അങ്ങഹോ വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ. ഭാഷ അപൂർണമാണ്, പിഴ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അർത്ഥശങ്കയുണ്ട് ഭാഷയെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത്. അതുകൊണ്ട് നമ്മുടെ ഭാഷ പോലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ കുഞ്ഞു മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഷ എങ്ങനെ ഇരിക്കും? നമ്മൾ അറിയാതെ കൊഞ്ചി പറയാൻ തുടങ്ങും. കാരണം അവരുടെ ഭാഷ അതാ. ആ ഭാഷ പറഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും
ഗ്രഹിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആ രീതിയിൽ ലോകത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുന്നുവെന്ന് വിചാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഭാഷ മാറ്റി. ഒരു അധ്യാപകൻ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പം ആ അധ്യാപകൻ പറയുന്ന ഭാഷ വിഷയത്തിൻ്റെ ഭാഷയാണ്. ഇപ്പോൾ സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പറയുന്ന ഭാഷ എല്ലാവർക്കും ഗ്രഹിക്കണമെന്നില്ല. അപ്പോൾ വിഷയത്തിന് അനുസരിച്ച് ഭാഷ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ആ ഭാഷ അപൂർണമാണെന്നൊക്കെ പറയുന്നു. പിഴയുണ്ടാകാം എന്ന് പറയുന്നു, അതിനോട് ചേർന്ന് പോകുന്നതാണ്. ഇനി ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരന് അയാളുടെ ഭാഷയുണ്ട്, പോലീസുകാരൻ്റെ ഭാഷയുണ്ട്. നമ്മൾ പലപ്പോഴും ടി വിയിലൊക്കെ കാണുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു മദ്യപാനിക്കും മദ്യപാനിയുടെ ഭാഷയുണ്ട്. സ്നേഹത്തോട് ജീവിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടേതായ ഒരു ഭാഷയുണ്ട്. ഈ ഭാഷയാണ് പലപ്പോഴും നമുക്ക് വേണ്ടത്ര ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമെന്ന് നമുക്ക് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പറയുക. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തവുമായ കാറ്റിനാൽ പായിക്കപ്പെടുന്ന കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ ഒരവയവമാണ്, എങ്കിലും അത് വൻപ പറയുന്നു. ചെറിയ തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ലോകം തന്നെ സൃഷ്ടിക്കുന്നു. ഇതാണ് യാക്കോബ് അപ്പസ്തോലൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഒരു നിമിഷം നമ്മുടെ നാവ് അനങ്ങാതെ വരട്ടെ, അപ്പോൾ കാണാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. നമ്മളാരും അറിയാതെ ഇത് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ എല്ലാ സമയവും. അപ്പോൾ നമുക്കതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അപ്പസ്തോലൻ യാക്കോബ് ശ്ലീഹ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്കുകൾ പറഞ്ഞ് നമുക്ക് ഓർത്തിരിക്കാം. ഇത് ദുരുപയോഗിക്കാതിരിക്കാം എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവരുടെ ആത്മീയ ഗുണവർദ്ധന ഉതകുന്ന കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വളരെ പോസിറ്റീവായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിന് ഒരു നെഗറ്റീവ് സൈഡും ഒരു പോസിറ്റീവ് സൈഡും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലരുടെ അടുത്ത് നമ്മൾ പോയാൽ നമ്മളിങ്ങനെ വർത്തമാനം കേട്ടിരിക്കും. കാര്യം അവർ പറയുന്നത് വളരെ സന്തോഷദായകമായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയം വേറെ ചിലരോട് സംസാരിക്കാൻ തുടങ്ങി നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നും. കാരണം അവർ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആവണമെന്നില്ല. അതേസമയം നമുക്കൊരു പ്രചോദനം നൽകാത്ത കാര്യങ്ങളൊക്കെ ആരും പറയുക. അപ്പോൾ നമ്മൾ പറയാറില്ലേ, സംസാരങ്ങളിന് ഒരുപാട് സന്ദേശങ്ങളുണ്ട് എന്ന്. അപ്പം നമ്മുടെ സംസാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആ രീതിയിലാണ് ഓർക്കേണ്ടത്. നമുക്ക് തിരുവചനം ഒരുപാട് പ്രഭാഷകൻ്റെ പുസ്തകം 20:18 പറയും, സംസാരത്തിൽ പിഴയ്ക്കാതിരിക്കുന്നവൻ ഭാഗ്യവാൻ. പിഴയ്ക്കാതിരിക്കുന്ന വന്നുപോവും പിഴയും അർത്ഥസംഖ്യയാൽ എന്ന് കവി എഴുതി വെച്ചത് ഇവിടെയാണ്. സംസാരത്തിൽ പിഴയ്ക്കാത്തവനും ഭാഗ്യവാനാകുന്നു എന്ന് പറയും. ഇതിനൊരു കലയുണ്ടെന്ന് പറയാറില്ലേ, സംസാരത്തിനൊരു കലയുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഒരാളെ കാണുമ്പം എങ്ങനെ അവരെ വെൽക്കം ചെയ്യണമെന്ന്, സ്വീകരിക്കണമെന്ന്, അവരോട് എന്തെല്ലാം കാര്യങ്ങൾ പറയണം എന്നുള്ളതൊരു കലയാണ്. ചില ആളുകൾ അങ്ങനെ അല്ലാത്തവരുണ്ട് എന്ന് നമുക്കറിയാം. നമുക്കിതൊക്കെ വളർത്തിയെടുക്കേണ്ട ചില മനോഭാവങ്ങളും ചില കലകളുമൊക്കെയാണ് തിരിച്ചറിയുമ്പോൾ. ഇത് പറയും ഒരു വലിയ വൃക്ഷമാണ്. അത് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങൾ 1:15. കുറേയേറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 15:1 മുതൽ. അപ്പോൾ നമ്മൾ കാണും ഇതൊരു ജീവൻ്റെ വൃക്ഷമാണ്. സന്ദർഭോചിതമായി സംസാരിക്കുക എന്നുള്ള ദൈവഭക്തന് ആഭരണമാണ് എന്നൊക്കെ പറഞ്ഞു തരിക നമുക്ക്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ? ഉണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാലും ചിലപ്പോഴും നമ്മൾ അങ്ങനെ അല്ലാതായി പോകാറുണ്ട്. ചില സന്ദർഭങ്ങളൊക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. ചിലതൊക്കെ നമുക്ക് നല്ല പ്രചോദനകരമായിരിക്കും. എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് നോക്കിയിരിക്കും. അത് വേറൊരാൾക്ക് പൊട്ടിത്തെറിക്കുമെന്ന് മുറിവായിട്ട് സംഭവിച്ചു നോക്കിയിരിക്കും. നമ്മുടെ തന്നെ സൽപ്പേരിന് അത് കളങ്കമായി ഭവിച്ചു നോക്കിയിരിക്കും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞ് തീ പോലാണ് നാവ്. അതിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. ചിലപ്പോൾ നമ്മളൊരു അത് പറയണ്ടായിരുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാണെന്ന് കാരണന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എറിഞ്ഞ കല്ല് തിരിച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ടാവില്ല, പറഞ്ഞ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാനായില്ല. പക്ഷേ അവിടെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ആരെയെങ്കിലും ഒഫൻഡ് ചെയ്യുന്ന,
ആരെങ്കിലും മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് പറയാൻ ഇടവന്നെങ്കിൽ നീയും അവനും തനിയായിരിക്കെ, കർത്താവ് നൽകുന്ന നിർദ്ദേശം അതാ. പരസ്യമായിട്ട് പറയണം നല്ല പറയും, നീയും അവനും തനിയായിരിക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതേക്കുറിച്ച് സംസാരിച്ചുകൂടാ? ഒരു സോറി പറഞ്ഞുകൂടുക. അപ്പോൾ ആ കാർമേഘങ്ങളെല്ലാം മാറിയിട്ട് ആകാശം മനസ്സിൽ തെളിയും. അപ്പം നമുക്ക് അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന നിൻ്റെ വാക്ക് അതേ അതേ എന്നും അല്ല അല്ല എന്നുമായിരിക്കട്ടെ. മത്തായി 5:34 പറയും അങ്ങനെ. നിൻ്റെ വാക്ക് അതേ അതേ എന്നും അല്ല അല്ല എന്നുമായിരിക്കട്ടെ. അപ്പം നമ്മുടെ സംസാരത്തിൻ്റെ പുറകിൽ നമ്മൾ സൂക്ഷിക്കേണ്ട സത്യസന്ധത, ആത്മാർത്ഥത, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതേക്കുറിച്ച് പശ്ചാത്തപിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചിലത് പറയാതിരിക്കുക, ചിലപ്പോൾ കണ്ടില്ല എന്ന് വയ്ക്കുക, പ്രതികരിക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ പറ്റുന്നൊരു അബദ്ധം നമുക്കുണ്ട്. നമ്മൾ വികാരത്തിൻ്റെ തലങ്ങളിലാണ് പലപ്പോഴും പലതും എടുക്കുക. വികാരം കൊണ്ടടിച്ചാൽ വികാരത്തെ കൊള്ളുള്ളൂ. സ്നേഹം കൊണ്ടോ സൗമ്യത കൊണ്ടോ തട്ടിയാൽ സ്നേഹത്തിൽ പോയി തട്ടും. ഏതാ നമുക്ക് ആവശ്യം നമുക്കറിയാം. അതുകൊണ്ട് വികാരം കൊണ്ട് നമുക്ക് ആരോടും സംസാരിക്കാൻ ഇടവരാതിരിക്കട്ടെ. മറിച്ച് സൗമ്യതയും സ്നേഹവും, സുഭാഷിതത്തിൽ നമ്മൾ പറയുന്നത് പോലെ ഇതൊരു കലയാണ്. അത് നമുക്ക് സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റുമ്പോൾ അവിടെ സംഘട്ടനമില്ല. അല്ലെങ്കിൽ വാക്കുകളും തമ്മിൽ സംഘട്ടനമായി അത് പിന്നെ പ്രശ്നമായി എന്നൊക്കെ വരും. നമുക്കതുകൊണ്ട് ഈ തിരുവചനങ്ങളൊക്കെ നമുക്ക് നൽകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു അവസരത്തിൽ അത് നമ്മുടെ മുരിങ്ങൂർ ഒക്കെ ധ്യാനങ്ങളൊക്കെ ധാരാളമുണ്ട്, ഇപ്പോഴും ഉണ്ട്. മുരിങ്ങൂർ ധ്യാനമൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അന്ന് ഞാൻ ഈ ട്രെയിനിലിരിക്കുന്ന എൻ്റെ അടുത്ത് 2 ചേട്ടന്മാരിരിപ്പുണ്ട്. അവർ ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് കേൾക്കാം ഇവർ പറയുന്നതൊക്കെ. എൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ തിരുവിതാംകൂർ ഭാഗം, അങ്ങനെയാണ് പറയുന്നത്, തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് മലബാറിൽ കുടിയേറി പാർത്തവരാണ്. അപ്പോൾ അവർ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് നാട്ടുകാരനാണ്, പ്രദേശക്കാരൻ, നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാം. സ്ലാങ് ഉണ്ട്. അപ്പോൾ ഇവർ ഈ തിരുവിതാംകൂർ മലയാളം പറഞ്ഞ് ആ ചേട്ടന്മാരെ ഞാൻ പരിചയപ്പെടുമെന്ന് പറഞ്ഞു. അച്ഛൻ ഞങ്ങൾ വീട്ടിലൊന്ന് പോകുക, ചാച്ചനെ കണ്ടിട്ട് 30 വർഷമായി, ഇപ്പോൾ തീരെ ക്ഷീണിച്ച് കിടക്കുക, അതുകൊണ്ട് ഒന്ന് പോയി കണ്ട് ഒരു സോറി പറയാൻ പോവുക. ഈ മലബാറിലേക്ക് വസ്തു വാങ്ങിയിട്ട് ഒരു മകനെ ഇങ്ങോട്ട് സ്ഥലം മാറ്റി വീതമെല്ലാം കൊടുത്ത് ഇവിടെയാക്കി. ആ മകന് നാട്ടിൽ നിൽക്കണം താല്പര്യം. അങ്ങനെ പറഞ്ഞ് 1-2 പറഞ്ഞ് ആ വിഷയത്തിൽ ഈ അപ്പനും മകനും തമ്മിലുണ്ടായ ചെറിയൊരു ചണ്ട. അപ്പം പറഞ്ഞു, ഇതെൻ്റെ തീരുമാനമാണ്, ഞാനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് നിനക്ക് വേണ്ടി ഇത്രയും സ്വത്ത് സമ്പാദിച്ച് ഞാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിഷ്ടപ്പെടാതെ ഈ മകൻ എന്തോ പറഞ്ഞു. അത് ഈ അപ്പനെ വല്ലാതെ വിഷമിപ്പിച്ചു. അത് അപ്പൻ പലരോടും പറഞ്ഞു. അപ്പം എന്നെ അപ്പൻ ചീത്തയാക്കിയില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ന്യായവാദങ്ങളാണ്. അവസാനം ഈ മകൻ പറയാതെ എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മകൻ അപ്പനോട് പറയത്തക്കതായിരുന്നില്ല എന്നൊരു ബോധ്യം ഞാനൊരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. അന്ന് നമുക്ക് മുരിങ്ങൂരൊക്കെ ധ്യാനങ്ങളൊക്കെ ഒത്തിരി ആളുകൾ സംബന്ധിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടായത്. അപ്പം ഞാൻ ഓർക്കും, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ സംസാരത്തെക്കുറിച്ച് പോലും നമുക്ക് വിലയിരുത്താൻ പറ്റും. അങ്ങനെ അവർ അപ്പനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരിക. നോക്കണേ, 30 വർഷമായിട്ട് നാട്ടിൽ വന്നാൽ പോലും അപ്പനെ കാണാൻ ധൈര്യപ്പെടാതെ അല്ലെങ്കിൽ സന്മനസ് കാണിക്കാത്ത ഒരു മകന് ദൈവത്തിൻ്റെ വചനം കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു മാനസാന്തരത്തിൻ്റെ കഥ അദ്ദേഹം പിന്നീട് എനിക്ക് പറഞ്ഞു തരിക ചെയ്ത്. അപ്പോൾ നമുക്ക് ആരെയും നമ്മുടെ സംസാരം കൊണ്ട് മുറിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാം. എൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരാൾ മുറിപ്പെട്ടു എന്ന് ഓർക്കാൻ ഇടയാവാതിരിക്കാം. അങ്ങനെ ആരെയെങ്കിലും മുറിപ്പെടുത്താൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് മാപ്പ് പറയാൻ ഇപ്പം നല്ല സൗകര്യം, ഈ ഫോണൊക്കെ വന്നുകൊണ്ടേ ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് നമുക്ക് സന്ദേശങ്ങൾ അയക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആളെ കാണാൻ നിർബന്ധമൊന്നുമില്ല. എന്നാലും ഒരു ഫോൺ വിളിച്ചാട്ടെ ചെറിയ ഒരു രമ്യതയിലേക്ക് വരാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. അപ്പം നമുക്ക് ഇനി മറിച്ചും വരാമല്ലോ, ആരെങ്കിലും നമ്മളെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും പറയാൻ ഇടവന്നെങ്കിൽ മുറിവുകൾക്ക് സൗഖ്യം നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഈസ് ദി വൂണ്ടഡ് ഹീലർ എന്നാണ് പറയുക. അവൻ മുറിവേറ്റവനാണ്, സൗഖ്യദായകനാണ്. മുറിവേറ്റ സൗഖ്യദായകനാണ് യേശു. അവൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടുമ്പോൾ ഏത് മുറിവും സുഖപ്പെടും. അതുകൊണ്ട് ഒരു മുറിവും മനസ്സിൽ സൂക്ഷിക്കാതെ കർത്താവ് യേശുവിൻ്റെ പക്കൽ അത് സമർപ്പിച്ച് കഴിയുമ്പോൾ കുരിശിലെ രക്തം കൊണ്ട് അവൻ നമ്മുടെ എല്ലാ മുറിവുകളും കഴുകി വെടിപ്പാക്കി നമ്മളെ സൗഖ്യമുള്ളവരാക്കി മാറ്റും, സന്തോഷമുള്ളവരാക്കി മാറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മുടെ സംസാരം എപ്പോഴും ആരെയും മുറിപ്പെടുത്താത്തതും ഒത്തിരി പേർക്ക് സൗഖ്യം നൽകുന്നതുമായി തീരാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അതിനുള്ള കൃപ പരിശുദ്ധാത്മ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി പ്രാർത്ഥനയിലേക്ക് കടക്കാം. നമ്മുടെ ചിന്തയിൽ വന്ന നല്ല കാര്യങ്ങളെയെല്ലാം നമുക്ക് പ്രാർത്ഥനയായിട്ട് കർത്താവിന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ നാവിനെ കർത്താവിന് സമർപ്പിച്ച്, ഞങ്ങളുടെ ഈ നാവ്, നിന്നെ സ്വീകരിക്കുന്ന ഈ നാവ്, അനേകർക്ക് നന്മ പറയാനുള്ള ഈ നാവ്, അനേകരെ പഠിപ്പിക്കാനുള്ള നാവ്, ദൈവത്തെ സ്തുതിക്കാനുള്ള ഈ നാവ്, ദൈവമേ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനമാണെന്ന് വിചാരിച്ചുകൊണ്ട്, പിതാവായ ദൈവമേ, എല്ലാം സൃഷ്ടിച്ചവനായ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ നാവിനെയും അതിനോട് ചേർന്നുള്ള എല്ലാ സിദ്ധികളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾക്ക് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ വചനങ്ങളുടെ ഞങ്ങൾ നാവിൽ നിക്ഷേപിക്കണമേ എന്ന് സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ നാവിലുണ്ടാകട്ടെ. അത് എല്ലാവരോടും പറയാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിലൂടെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ ഭാഷ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നീ അഭിഷേകം ചെയ്ത് എല്ലാ ദിവസവും ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഞങ്ങളുടെ നാവിന് ദുരുപയോഗം കൊണ്ട് വേദനിപ്പിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരോടൊക്കെ മാപ്പ് ചോദിച്ചു കൊള്ളാം. ആരെങ്കിലും ഞങ്ങളെ ഉപദ്രവിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ആ വേദനയോ നൊമ്പരമോ നിൻ്റെ തിരരക്താൽ കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിക്കണമേ എന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ. സർവശക്തനായ ദൈവമേ, സർവധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. സർവശക്തനായ ദൈവമേ, സർവധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണത ദൈവമേ. അനാദികാലം മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു ഞാൻ, അനന്ത സ്നേഹം കനിഞ്ഞു നൽകി മെനഞ്ഞു നിന്നെ ഞാൻ. അനാദികാലം മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു ഞാൻ, അനന്ത സ്നേഹം കനിഞ്ഞു നൽകി മെനഞ്ഞു നിന്നെ ഞാൻ. അലിവേറും എൻ കാരുണ്യം അറിഞ്ഞിടേണം നീ,
നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സർവശക്തനായ ദൈവമേ, സർവാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണ ദൈവമേ. കൺമണിയായി കരുതി നിന്നെ കാത്തു പുലർത്തി ഞാൻ. കനിവിൻ സ്നേഹപാലമൃതേകി പോറ്റി വളർത്തി ഞാൻ. കൺമണിയായി കരുതി നിന്നെ കാത്തു പുലർത്തി ഞാൻ. കനിവിൻ സ്നേഹപാലമൃതേകി പോറ്റി വളർത്തി ഞാൻ. മറന്നിടാതെൻ വാത്സല്യം നുകർന്നിടേണം നീ. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സർവശക്തനായ ദൈവമേ, സർവാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണ ദൈവമേ. സർവശക്തനായ ദൈവമേ, സർവാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണ ദൈവമേ. നമുക്ക് സഭയോട് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ കൃപകളും സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ മാലാഖമാരോടും സകല വിശുദ്ധരോടും ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെടുന്ന മരിയൻ കൂടാരങ്ങളിലുള്ള എല്ലാവരോടും ചേർന്ന് കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷം നിറഞ്ഞ ഒരു നല്ല ദിവസവും അതിനോട് ചേർന്ന അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.